ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഫ്രീഡം ആണ് അടുത്തത് നോക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ഫസ്റ്റ് കാറ്റഗറി നമ്മൾ എടുത്തിരുന്നു. രാവിലെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കാം. പിന്നെ അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ആണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം അടുത്ത കാറ്റഗറി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് റൈറ്റ് ടു ഫ്രീഡത്തെ പറ്റി പറയുന്നത്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ നമ്മൾ നോക്കുകയാണ്, ആർട്ടിക്കിൾ 90. അപ്പൊ 19ൽ എന്താ പറയുന്നത്? ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യം. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19ൽ തരുന്നത് നോക്കാം. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ്, ഈ 6 തരത്തിലുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണമാണ് നമുക്ക് ആർട്ടിക്കിൾ 19ൽ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നിട്ടുള്ളത്. ഒന്ന്, എന്തിനുള്ള ഫ്രീഡം? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള ഫ്രീഡം ആണുള്ളത്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ളത്. രണ്ട്, അസംബ്ലി പീസബിളി വിത്തൗട്ട് ആംസ്, ഈ ആംസ് ഒന്നും ഇല്ലാതെ, ആയുധങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൂട്ടം കൂടാനോ അസംബ്ലി കൂടാനോ സമാധാനപരമായിട്ട് പറ്റുന്ന ഒരു റൈറ്റ് നമ്മൾക്കുണ്ട്. ദെൻ അടുത്തത്, അസോസിയേഷൻ ഓർ യൂണിയൻ ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാൻ പറ്റും. നമുക്കൊരു അസോസിയേഷൻ ഫോം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ യൂണിയൻ ഫോം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിലോ ഒക്കെ ഉള്ള ഫ്രീഡം ആർട്ടിക്കിൾ 19 പ്രകാരം ഉണ്ട്. ഇനി അടുത്തത്, റൈറ്റ് ടു മൂവ് അല്ലെങ്കിൽ മൂവ്മെന്റിനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. എങ്ങോട്ട്? ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദെൻ റൈറ്റ് ടു റിസൈഡ് അല്ലെങ്കിൽ റെസിഡൻസിലുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം, ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ ഏതൊരു പാർട്ടിൽ വേണമെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്ത് താമസിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാം? റൈറ്റ് ടു ക്യാരി ഔട്ട് ദ പ്രൊഫഷൻ, അതായത് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒക്യുപ്പേഷൻ നമുക്ക് എടുക്കാം, ട്രേഡോ ബിസിനസ് ഒക്കെ നമുക്ക് ക്യാരി ഓൺ ചെയ്യാനായിട്ട്, നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള റൈറ്റും ഉണ്ട്. അപ്പൊ ഇത്രയും ഫ്രീഡംസ് ആണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഫ്രീഡംസ് തരുമ്പോഴും, അതായത് നമുക്ക് അസോസിയേഷൻ കൂടാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും അവിടെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഫ്രീഡം അല്ല. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ട് കിട്ടുന്നതല്ല. അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മൾ സ്റ്റേറ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലി കൂടുന്നത് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിനെതിരെയാണ്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള രാജ്യത്തുള്ള കുറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടോ ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന റൈറ്റ്, നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ ഭയങ്കര പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നമ്മളിൽ വെക്കാം, അതായത് തടസ്സങ്ങൾ വെക്കാം. ഇങ്ങനെ പറയുന്നുണ്ട്, അവകാശങ്ങൾ ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് തോന്നിയ പോലെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അവിടെ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം സെക്യൂരിറ്റിയും, സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിയും പബ്ലിക് ആയിട്ടുള്ള ഓർഡറും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ സോവറിനിറ്റിയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഈ റൈറ്റ്സ് യൂസ് ചെയ്യേണ്ടത്. അതല്ലാതെ യൂസ് ചെയ്താൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റീസണബിൾ ആയിട്ടുള്ള തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മളിൽ വെക്കാനായിട്ട് സാധിക്കും, തടസ്സങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ 6 ഫ്രീഡമും, ഈ പറയുന്ന ആർട്ടിക്കിൾ 19 പറയുന്ന പ്രൊട്ടക്ട് ചെയ്ത് തന്നിട്ടുള്ള 6 ഫ്രീഡവും അബ്സല്യൂട്ട് അല്ല, അവിടെ കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 19, ഫ്രീഡം ഓഫ് ഈ പറയുന്ന തരത്തിൽ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും അസംബ്ലി ഫോം ചെയ്യാനും ഒക്കെ ഉള്ള ഫ്രീഡമാണ് ആർട്ടിക്കിൾ 19 തന്നിട്ടുള്ളത്. എന്നാൽ അത് അബ്സല്യൂട്ടും അല്ല. നമ്മൾ നോക്കുന്ന ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് അക്യൂസ്ഡ് പേഴ്സൺസിന്റെ റൈറ്റ്സ് ആണ്. അതായത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തികൾ, ശിക്ഷിച്ച് തെളിയിച്ചിട്ടില്ല, അവര് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ, അതായത് ഇപ്പൊ നമ്മൾ ഒരു കേസിൽ സംശയാസ്പദമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണ്, അങ്ങനെ നമ്മൾ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി, ആ കേസ് നടന്ന് നമ്മൾ ഫൈനലായിട്ട് കൺവിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. കൺവിക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ കുറ്റം തെളിയിക്കപ്പെട്ടു, കോടതി പറഞ്ഞു ഇയാൾ കുറ്റക്കാരനാണ്, ഇന്ന പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അക്യൂസ്ഡ് പേഴ്സൺ ആയിട്ടുള്ള വ്യക്തികൾ, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തികൾക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അക്യൂസ്ഡ് പേഴ്സൺസിന്റെ റൈറ്റ്സ് 3 തരത്തിലുള്ള റൈറ്റ്സുകളാണ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള സംരക്ഷണങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. ഒന്ന്, പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, അതാണ് ആർട്ടിക്കിൾ 20 ക്ലോസ് 1 പറയുന്നത്. 20 ക്ലോസ് 1 പറയുന്നത് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് അപ്ലൈ, അതായത് അവർക്ക് അതിലൊരു സംരക്ഷണം കിട്ടണം എന്നാണ് പറയുന്നത്. ഇതിന്റെ മീനിങ്, ഈ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം. അതായത് ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്തു, ഞാൻ ചെയ്ത സമയത്ത് അതിന്റെ പണിഷ്മെന്റ് എന്താണോ അതാണ് എനിക്ക് തരാവുള്ളൂ, അതിൽ കൂടുതലായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എനിക്ക് തരരുത്. ഇപ്പൊ സപ്പോസ് അതിനുശേഷം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഒരു കുറ്റത്തിന് പിന്നീട് ഒരു നിയമം വന്നു, അപ്പൊ അതനുസരിച്ച് ഇതിന് വലിയൊരു പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കാര്യമില്ല, ഞാൻ അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് ദാറ്റ് ഒഫൻസ്, ഞാൻ ആ ഒഫൻസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണോ പണിഷ്മെന്റ് അതാണ് എനിക്ക് തരാമുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. റിട്രോ ആക്റ്റീവ്ലി ആയിട്ട് പറ്റില്ല എന്ന്, അതായത് ബാക്കിലേക്ക് പറ്റില്ല, അല്ലെങ്കിൽ
ദി ക്രിമിനൽ ലെജിസ്ലേഷൻ cannot be applied retroactively to impose any punishment. അതായത് ഒരാൾക്ക് പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ ലെജിസ്ലേഷനും ഒരു നിയമവും റിട്രോ ആക്റ്റീവ്ലി ആയിട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണോ അതിന്റെ ആ ഒരു പണിഷ്മെന്റ് അതാണ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അക്യൂസ്ഡ് പേഴ്സണ്. അതാണ് അയാൾക്ക് കിട്ടുന്ന ഒരു സംരക്ഷണം ആർട്ടിക്കിൾ 20 ക്ലോസ് 1 പറയുന്നത്. 20 ക്ലോസ് 1. ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഡബിൾ ജിയോപാഡി. ഏത് ഡബിൾ ജിയോപാഡി? ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞാൽ ഒരേ കുറ്റത്തിന് തന്നെ ഒരാളെ 2 വട്ടം ശിക്ഷിക്കരുത്. അപ്പൊ അത് ഈ അക്യൂസ്ഡ് പേഴ്സൺസ്, കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു സംരക്ഷണമാണ്. A person shall not be convicted twice for a similar offense. സിമിലർ ആയിട്ടുള്ള ഒരു ഒഫൻസിന് ഒരു വ്യക്തി 2 വട്ടം അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒഫൻസ്, സിമിലർ ഒഫൻസോ അല്ലെങ്കിൽ സെയിം ഒരേ കുറ്റത്തിന് 2 വട്ടം ശിക്ഷിക്കരുത്. കൺവിക്റ്റഡ് ആവരുത്. കൺവിക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറ്റം തെളിയിക്കപ്പെട്ടു ശിക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൺവിക്റ്റഡ് ആവരുത് ഒരു പേഴ്സണെ. എന്താണ്? ഒരേ കുറ്റത്തിന് തന്നെ 2 വട്ടം, ട്വൈസ് 2 വട്ടം പറ്റരുത്. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 20 ക്ലോസ് 2 പറയുന്നത്. അക്യൂസ്ഡ് പേഴ്സണ് കിട്ടുന്ന അടുത്ത ഫ്രീഡം ആണ് അത്. ഡബിൾ ജിയോപാഡി എന്നാണ് പറഞ്ഞത്. അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം. ഇനി അടുത്ത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് എന്താ? സെൽഫ് മീൻസ് എന്താ? സ്വയം. അതായത് എന്നെ തന്നെ എനിക്കെതിരെയുള്ള സാക്ഷിയാക്കരുത്. ഇപ്പൊ ഞാനിപ്പോ സപ്പോസ് ഒരു കുറ്റം ചെയ്ത് അക്യൂസ്ഡ് പേഴ്സണാ, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാ, എന്നാൽ എന്നെ തന്നെ വിളിച്ചിട്ട് എനിക്കുള്ള അല്ലെങ്കിൽ എനിക്കെതിരെയായിട്ടുള്ള സാക്ഷിയാക്കാൻ പാടില്ല. അതിന് എന്നെ കമ്പൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ നിർബന്ധിക്കാൻ സാധിക്കില്ല. എ പേഴ്സൺ ഷാൽ നോട്ട് ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് ഓഫ് ഹിംസെൽഫ്. അതായത് ഒരു പേഴ്സൺ അവന് തന്നെ വിറ്റ്നസ് ആവാൻ, അതായത് അവന് തന്നെ എഗ്നസ്റ്റ് ആയിട്ടുള്ള ഒരു സാക്ഷിയാവാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യരുത് ഒരു പേഴ്സണെ. സെൽഫ് ഇൻക്രിമിനേഷൻ, സ്വയം സാക്ഷിയാക്കരുത്. അവർക്കെതിരെയുള്ള കുറ്റത്തിന് വേണ്ടിയിട്ട് അവരെ തന്നെ സാക്ഷിയാക്കരുത്. അതാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ, ആർട്ടിക്കിൾ 20 ക്ലോസ് 3. അപ്പൊ ഇത്രയും പ്രൊട്ടക്ഷൻസ് അല്ലെങ്കിൽ ഇത്രയും റൈറ്റ്സ് ആണ് അക്യൂസ്ഡ് പേഴ്സൺസിന് കിട്ടുന്ന റൈറ്റ് ആർട്ടിക്കിൾ 20യുടെ അണ്ടറിൽ. നമ്മൾ നോക്കുന്നത് റൈറ്റ് ടു ലൈഫ് ആണ്. ആർട്ടിക്കിൾ 21 21 നോക്കുന്നത്. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമുക്ക് സ്വാതന്ത്ര്യത്തിനും അതോടൊപ്പം തന്നെ എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ജീവിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെയും ആ ജീവിക്കാനായിട്ടുള്ള അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ്, നിഷേധിക്കപ്പെടരുത്, ഓഫ് ഹിസ് ലൈഫ്, ജീവിക്കാനായിട്ടുള്ള അവകാശം, ഓർ പേഴ്സണൽ ആയിട്ടുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യവും അവിടെ ഇല്ലാതാവരുത്. എക്സെപ്റ്റ് ഏത് വഴിയല്ലാതെ? അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം വഴിയായിട്ടല്ലാതെ. അതായത് ഇപ്പൊ ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതൊക്കെ അപ്പൊ അയാൾക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശം ഇല്ലേ? അങ്ങനെയല്ല പറയുന്നത്. അത് നിയമം വഴിയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതായത് നിയമം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ വഴി അല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവിക്കാനായിട്ടുള്ള അവകാശവും പേഴ്സണൽ ആയിട്ടുള്ള അയാളുടെ ലിബർട്ടിയും ഡിപ്രൈവ് ചെയ്യാൻ മീൻസ് നിഷേധിക്കാൻ പാടില്ല. ഒരു വ്യക്തിയുടെയും ജീവിക്കാനായിട്ടുള്ള അവകാശവും പേഴ്സണൽ ലിബർട്ടിയും ലോ വഴിയാതെ അല്ലാതെ. അപ്പൊ ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ലോ പറയുന്ന പ്രൊസീജിയർ ആ മാർഗം വഴി അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിക്കാനായിട്ടുള്ള അവകാശവും പേഴ്സണൽ ലിബർട്ടി ഡിപ്രൈവ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ 21. അപ്പൊ ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഡിപ്രൈവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു നിയമം വേണം. നിഷേധിക്കണമെങ്കിൽ അവിടെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ. ലോ വേണം. ആ ലോ ഒരു പ്രൊസീജിയർ പറഞ്ഞിരിക്കണം. എന്ത് പ്രൊസീജിയർ ആണെന്ന് ആ പ്രിസ്ക്രൈബ് ചെയ്ത പ്രൊസീജിയറിലൂടെ മാത്രമേ ആരുടെയെങ്കിലും ലൈഫിനുള്ള റൈറ്റ് വയലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിഷേധിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഒരു വ്യക്തിയുടെയും ജീവിക്കാനായിട്ടുള്ള അവകാശം നിഷേധിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസും മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ 2 കേസസിലും AK ഗോപാലിന്റെ കേസിലാണെങ്കിലും പ്രിവെന്റീവ് ആയിട്ട് ഡിറ്റൻഷൻ ചെയ്തു, അതായത് തടഞ്ഞു വെച്ചതിനെതിരെ കൊടുത്തതാണ്. അതായത് അപ്പൊ അവർക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ട്, അവരുടെ പേഴ്സണൽ ലിബർട്ടിക്ക് അഗൈൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കൊടുത്ത കേസാണ് ഇത്. ആർട്ടിക്കിൾ 21 ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ചെടുത്ത ഒരു കേസായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഈ കേസിലും മനേക ഗാന്ധിയുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചു. അപ്പൊ ഇമ്പൗണ്ട് ചെയ്ത് വെച്ചപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ റൈറ്റ് ടു ട്രാവൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് എന്തിൽ വരുന്നുണ്ട്? അവരുടെ ആ ഒരു ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിന്റെ അണ്ടറിൽ ഉൾപ്പെടുന്നതാണ്, അവരുടെ പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നതാണെന്നാണ് പറഞ്ഞത്. ആക്ച്വലി റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ജീവിക്കാനായിട്ടുള്ള അവകാശവും പേഴ്സണൽ ലിബർട്ടി ഉള്ളു കോൺസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷേ സുപ്രീം കോടതി ഒരുപാട് കേസസ് വഴിയായിട്ട്, നമ്മുടെ സുപ്രീം കോടതി ഒരുപാട് കേസസ് വഴിയായിട്ട് പല പല റൈറ്റുകൾ ഈ ആർട്ടിക്കിൾ 21 ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 ഒരുപാട് മറ്റു റൈറ്റുകൾ ഉണ്ട്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടാനായിട്ടുള്ള റൈറ്റ്, ചുറ്റുപാട് കിട്ടാനായിട്ടുള്ള റൈറ്റ്, നല്ല സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടാനായിട്ടുള്ള റൈറ്റ്, പിന്നെ റൈറ്റ് ടു ഫുഡ് കഴിക്കാനായിട്ടുള്ള റൈറ്റ്, പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ്, ജോലി സാഹചര്യങ്ങൾ കിട്ടാനായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല പല റൈറ്റുകളും എന്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ആർട്ടിക്കിൾ 21 അണ്ടറിൽ സുപ്രീം കോടതി ഒരുപാട് കേസസ് വഴിയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫും പേഴ്സണൽ ലിബർട്ടി മാത്രമേ ഉള്ളൂ.
പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് കേസസ് വഴിയായിട്ട് സുപ്രീം കോടതി ഓരോ കേസസ് വഴിയായിട്ട് പറഞ്ഞു ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഇന്ന അവകാശങ്ങളും കൂടി ഉൾപ്പെടുന്നുണ്ട്. ജീവിക്കാനായിട്ടുള്ള അവകാശം എന്ന് പറയുമ്പോൾ അവിടെ നല്ല വായു, ജലം, വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കിട്ടണം. അപ്പൊ അതിനെല്ലാം ഉള്ള അവകാശം ഈ പറയുന്ന ആർട്ടിക്കിൾ 21 അണ്ടറിൽ വരുന്നുണ്ടെന്ന് ഓരോ കേസസ് വഴിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ കേസസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കേസസ് പറയാം. ആ കേസസിലൊക്കെ ആർട്ടിക്കിൾ 21 എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ റൈറ്റ് ടു ഫുഡ് ഇതിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ റൈറ്റ് ടു ഹാവ് എ ക്ലീൻ എൻവോൺമെന്റ്, നല്ല എൻവോൺമെന്റ് കിട്ടണം, പരിസ്ഥിതി കിട്ടണം എന്ന് പറഞ്ഞ റൈറ്റ് ആർട്ടിക്കിൾ 21 അണ്ടറിൽ വരുന്ന ഒരു അവകാശമാണ് എന്ന് പറഞ്ഞത് ഏത് കേസിലൂടെയാ? ഓരോ കേസുകളിലൂടെയാണ് പറഞ്ഞത്. അപ്പൊ ആ കേസുകൾ ഏതൊക്കെയാണെന്ന് ഇൻ കേസ് നിങ്ങൾക്ക് ചോദിച്ചാൽ എഴുതണമെങ്കിൽ നമ്മൾ ആ ഒരു കേസ് എന്താണ്, ആ കേസിലൂടെ എന്തൊക്കെ അവകാശങ്ങളാണ് കോടതി ഇന്റർപ്രറ്റ് ചെയ്തെടുത്തത്, ഈ ആർട്ടിക്കിൾ 21 അണ്ടറിൽ വ്യാഖ്യാനിച്ചെടുത്തത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ കേസിന്റെ പേര് മാത്രം പഠിക്കുക, ജസ്റ്റ് അതിലൂടെ എന്താ വന്നത് എന്നും പറയുക. നമ്മൾ ആർട്ടിക്കിൾ 21 മറ്റൊരുപാട് റൈറ്റ്സുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. സുപ്രീം കോടതി ഒരുപാട് കേസസ് വഴിയായിട്ടാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ അണ്ടറിൽ ഒരുപാട് ബാക്കി അവകാശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അതില് റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് റെസ്പെക്ടോട് കൂടി ഹ്യൂമൻ ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനായിട്ടുള്ള അവകാശവും ആർട്ടിക്കിൾ 21 വരുന്ന അവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് PUDR വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, പീപ്പിൾസ് യൂണിയൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അതിനെയാണ് കേട്ടോ പീപ്പിൾസ് യൂണിയൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്, PUDR വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനാണ് UOI എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്, യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി റൈറ്റ് അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ജോലി സ്ഥലങ്ങളിൽ സെക്ഷൽ ഹരാസ്മെന്റ് സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഹരാസ്മെന്റിന് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെന്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള അവകാശം നമുക്കുണ്ട്. അവിടെ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അവകാശം പറയുന്നത് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ കേസാണ്. ഇതൊക്കെ ഓർത്ത് പോവേണ്ടതാണ്. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഈ കേസിലാണ് വർക്ക് പ്ലേസിലെ ജോലി സ്ഥലങ്ങളിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് എഗനിസ്റ്റ് ആയിട്ടുള്ള അവകാശവും ആർട്ടിക്കിൾ 21 വരുന്ന റൈറ്റ് ടു ലൈഫിൽ ഉൾപ്പെടുന്ന അവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണത്. ഇനി റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, നമ്മുടെ ഒരു ക്യാരക്ടർ നമുക്ക് ആ ഒരു അത് മോശമാക്കരുതാരും. അപ്പൊ അങ്ങനെ നമുക്കൊരു നല്ല റെപ്യൂട്ടേഷൻ ഉള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് ലാൽ കൃഷ്ണ അദ്വാനിയുടെ കേസിലാണ്. ഈ കേസിൽ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന ഒരു അവകാശം തന്നെയാണ് എന്നാ പറഞ്ഞത്. റൈറ്റ് ടു ഷെൽട്ടർ, നമുക്കൊരു ഷെൽട്ടർ കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അത് ചമേലി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP, ഈ കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇനി റൈറ്റ് ടു ട്രാവൽ അബ്രോഡ്, എനിക്ക് പുറത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അബ്രോഡ് ട്രാവൽ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്, അത് പറഞ്ഞിട്ടുള്ളത് അതും ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന റൈറ്റ് ആണ് എന്ന് പറഞ്ഞ കേസ് ഏതാ? സത്വന്ത് സിംഗ് വേഴ്സസ് അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ. ഇനി അടുത്തത് റൈറ്റ് ടു ലിവിംഗ് റിലേഷൻഷിപ്പ്, അതായത് ലിവിംഗ് റിലേഷൻഷിപ്പിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ കേസ് ഖുശ്ബു വേഴ്സസ് കരിമാലിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി റൈറ്റ് ടു പ്രൈവസി ഉണ്ട്, നമുക്കൊരു പ്രൈവസി ഉണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം, സംരക്ഷിക്കപ്പെടണം, അതിനുള്ള അവകാശവും ആർട്ടിക്കിൾ 21 വരുന്നതാണ് എന്ന് പറഞ്ഞത് PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ. അത് ഈ ടെലിഫോൺ ടാപ്പിംഗ് കേസാണ്. അതായത് നെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ ഈ പറയുന്ന ടെലിഫോൺ ടാപ്പിംഗ് ഒക്കെ ചെയ്യാമുള്ളൂ. അത് നമ്മുടെ പ്രൈവസി റൈറ്റ് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാകും, ലംഘിക്കുന്നതിന് തുല്യമാകും. അപ്പൊ അതെന്താ നമ്മുടെ ആർട്ടിക്കിൾ 21 വരുന്ന ഒരു റൈറ്റ് ആണ്, റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞ കേസാണത്, ടെലിഫോൺ ടാപ്പിംഗ് കേസ്. പിന്നെ റിട്ടയർഡ് ജസ്റ്റിസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഈ കേസിൽ ആധാർ കേസ് എന്നാണ് അറിയപ്പെടുന്നത്, അതും റൈറ്റ് ടു പ്രൈവസിയിൽ വരുന്ന കേസാണ്. ഇതൊക്കെ എന്താണ് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന ഒരു അവകാശമാണ്, റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞ കേസുകളാണ് ഇത് രണ്ടും. ഇനി റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, നമുക്കിപ്പോ ഞാൻ ഒരു കേസ് നടത്താനായിട്ടുള്ള ഇതൊന്നും ഇല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഗൽ എയ്ഡ്, ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ്, നമുക്ക് ലീഗൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടാനായിട്ടുള്ള അവകാശം, അതിനുവേണ്ടി ലീഗൽ എയ്ഡ് സെല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ലീഗൽ സെല്ലുകളും ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ലീഗൽ എയ്ഡ് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടുള്ള അവകാശവും ആർട്ടിക്കിൾ 21 വരുന്ന ഒരു വ്യക്തിയുടെ അവകാശമാണ് എന്ന് പറഞ്ഞ കേസ് MH കോസ്കോട്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, ഈ കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇനി റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവോൺമെന്റ്, നല്ല പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു ശുദ്ധവായു അല്ലെങ്കിൽ നല്ലൊരു എൻവോൺമെന്റ് കിട്ടാനായിട്ടുള്ള ഒരു റൈറ്റും ആർട്ടിക്കിൾ 21 ഒരു വ്യക്തിക്ക് ഉൾപ്പെടുന്ന അവകാശമാണ് എന്ന് പറഞ്ഞത് MC മെഹ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, UOI എന്നിട്ട യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഈ MC മെഹ്ത ഒരു അഡ്വക്കേറ്റ് ആണ്, പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നതാണ്, ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്. ഗംഗ വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ താജ്മഹലിന്റെ ആ ഒരു വൈറ്റ് മാർബിളിന്റെ കളർ മാറുന്നതിനെ സംബന്ധിച്ചും ഒക്കെ, അതായത് ശ്രീറാം ഫുഡ് ഫെർട്ടിലൈസ് കമ്പനി ഉണ്ടായിരുന്നു, അവർ ഈ പറയുന്ന കെമിക്കൽസ് ഒക്കെ നദിയിലേക്ക് ഒഴിക്കുന്നു ആ ഒരു ഇൻഡസ്ട്രീസിൽ നിന്നും. അപ്പൊ അതിനൊക്കെ എതിരായി ഈ പറയുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നും പറഞ്ഞ് ഒരുപാട് പൊതു താല്പര്യ ഹർജികൾ കൊടുത്ത ഒരു വ്യക്തിയാണ് MC മെഹ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. LLBക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ പഠിക്കും. റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവോൺമെന്റ്, അതും ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന ഒരു അവകാശമാണ് എന്ന് പറഞ്ഞ കേസാണ്
MC Mehta vs യൂണിയൻ ഓഫ് ഇന്ത്യ. റൈറ്റ് ടു ലീവ്ലിഹുഡ്, നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട് അല്ലെങ്കിൽ ആ ലീവ്ലിഹുഡിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് ഓൾഗ ടെന്നീസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ കേസിലാണ് പറഞ്ഞത് സുപ്രീം കോടതി. അപ്പൊ ഈ ഒരു കേസിലും സുപ്രീം കോടതി പറഞ്ഞത് എന്താ, ആർട്ടിക്കിൾ 21 അണ്ടറിൽ റൈറ്റ് ടു ലീവ്ലിഹുഡ് എന്ന് പറയുന്ന അവകാശവും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് റൈറ്റ് ടു ഫെയർ ട്രയൽ, ഫെയർ ആയിട്ടുള്ള ട്രയൽ നടത്താനായിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ കിട്ടാനായിട്ടുള്ള ഒരു അവകാശവും നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞത് സാഹിറ ഹബീബുള്ള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്ന് പറയുന്ന കേസിലാണ് പറഞ്ഞത്. അപ്പൊ ഈ കേസിലും പറഞ്ഞത് എന്താ, ഫെയർ ട്രയലിനുള്ള ഒരു അവകാശം എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 21 വരുന്ന ഒരു റൈറ്റ് തന്നെയാണ്. അതായത് ഫെയർ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ ഒരു കേസിൽ വിസ്താരണം നടക്കുമ്പോൾ നമ്മുടെ ഭാഗവും കേൾക്കണം, രണ്ട് ഭാഗവും ഒക്കെ കേൾക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അത് ഫെയർ ആയിട്ടുള്ള രീതിയിൽ ജസ്റ്റിസോട് കൂടി നടക്കാനായിട്ടുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. അപ്പൊ ഇത്രയും കേസസിലൂടെ സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഈ പറയുന്ന റൈറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. റൈറ്റ് ടു ലൈഫും പേഴ്സണൽ ലിബർട്ടിയും മാത്രമല്ല ഈ റൈറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു ലൈഫ്. അതിൻ്റെ അകത്ത് റൈറ്റ് ടു ഡൈ വരുന്നുണ്ടോ, മരിക്കാനായിട്ടുള്ള അവകാശം? ഇല്ല, അത് ഓർത്തിരിക്കുക. റൈറ്റ് ടു ഡൈ എന്ന് പറയുന്ന മരിക്കാനായിട്ടുള്ള അവകാശം റൈറ്റ് ടു ലൈഫിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊരു കേസിൽ രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ഡൈ, മരിക്കാനായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് വാസ് ഹെൽഡ് ടു ബി എ ഫണ്ടമെന്റൽ റൈറ്റ്, അതൊരു മൗലികമായ അവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു കേസായിരുന്നു. ആദ്യമേ പറഞ്ഞ ഒരു കേസാണ് രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിലാണ് പറഞ്ഞത് മരിക്കാനായിട്ടുള്ള അവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞ കേസാണ്. അതുകൊണ്ട് തന്നെ 309 IPC 309 പറയുന്ന എന്താ, IPCയുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂസൈഡ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയാൽ പണിഷബിൾ ആണ്. ഒരു വ്യക്തി സൂസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തിയാൽ 309 IPC സെക്ഷൻ പ്രകാരം അതെന്താണ്, പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. അതായത് രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞ എന്താ, മരിക്കാനായിട്ടുള്ള അവകാശം റൈറ്റ് ടു ഡൈ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 309 സൂസൈഡ് ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷനെതിരാ. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് ആകുമ്പോൾ പിന്നെ അവർക്ക് മരിക്കാലോ, പിന്നെ മരിക്കാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തിനാ പണിഷ്മെന്റ് കൊടുക്കുന്നത്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണെന്നാണ് സുപ്രീം കോടതി ഈ ഒരു കേസിൽ പറഞ്ഞത് രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ ഡിസിഷൻ തന്നെ സുപ്രീം കോടതി തിരിച്ച് ഓവർ റൂൾ ചെയ്ത് തിരുത്തി പറഞ്ഞു. അത് പറഞ്ഞത് ഏതിലാണ്, മാറ്റി പറഞ്ഞത് ഗൈൻകൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ഗൈൻകൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ പറഞ്ഞു റൈറ്റ് ടു ഡൈ ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, റൈറ്റ് ടു ഡൈ മരിക്കാനായിട്ടുള്ള അവകാശം ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ റൈറ്റ് ടു ഡൈ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫിനുള്ള അണ്ടറിൽ ഉൾപ്പെടുന്നില്ല. പക്ഷെ ആദ്യം ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഈ കേസിൽ, രത്തിനം കേസിൽ, രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്നാൽ പിന്നീട് ഗൈൻകൗറിന്റെ കേസിൽ വന്നപ്പോൾ തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ഡൈ ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 21A, ഇത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ആർട്ടിക്കിൾ 21A 21A പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനുള്ള അവകാശമുണ്ട്. അതായത് ഫ്രീ ആയിട്ടുള്ളതും കമ്പൽസറി നിർബന്ധവുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടണം. എത്ര വയസ്സ് വരെയുള്ള, 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള കമ്പൽസറിയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടേണ്ടത് അവരുടെ മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 21A ഓർത്തിരിക്കുക ആർട്ടിക്കിൾ. അത് പറഞ്ഞ കേസാണ് മോഹിനി ജെയിന്റെ കേസ്, മോഹിനി ജെയിൻ കേസും. അതോടൊപ്പം തന്നെ അടുത്ത കേസാണ് ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശും മോഹിനി ജെയിന്റെ കേസും. ഈ രണ്ട് കേസസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ഒരാളുടെ മൗലികമായ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഏതിന്റെ അണ്ടറിൽ തന്നെ ഉൾപ്പെടുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 21 അണ്ടറിൽ കുറേ അവകാശങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന് കോടതി ഇങ്ങനെ ഓരോ കേസസ് വഴിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് ഈ കേസ് വഴിയായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഏത് അവകാശം കൂടി വരുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷനും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ കേസാണ് ഈ രണ്ട് കേസസ്. ആർട്ടിക്കിൾ 21A അണ്ടറിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 22 അടുത്ത ആർട്ടിക്കിൾ. അപ്പൊ ഫ്രീഡത്തിൽ വരുന്ന അടുത്തത് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22 ഈ കാറ്റഗറിയിൽ വരുന്നത്. ആർട്ടിക്കിൾ 22 ഏതാണ്, 19 തൊട്ട് 22 വരെയല്ലേ പറഞ്ഞു. അപ്പൊ 22 പറയുന്നത് റൈറ്റ്സ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ, അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കുറച്ച് റൈറ്റുകൾ ഉണ്ട്. അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തൊക്കെ റൈറ്റ് ആവുള്ളേ, അയാളോട് ഇൻഫോം ചെയ്യണം, അറിയിക്കണം. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, എന്ത് കാരണത്തിന് പുറത്ത് ഇയാൾ അറസ്റ്റ് ചെയ്തതെന്ന് ഇൻഫോം ചെയ്യണം, അറിയിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കിട്ടാനായിട്ടുള്ളത്, അത് അറിഞ്ഞു കിട്ടാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു കൺസൾട്ട് എ ലോയർ, അതായത് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറിനെയോ അല്ലെങ്കിൽ ഒരു ലോയറിനെയോ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അയാൾക്ക് കൊടുക്കണം. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കി പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഇനി 24 മണിക്കൂറിനുള്ളിൽ
പ്രൊഡ്യൂസ് ചെയ്യണം. അതല്ലാതെ 24 hours കൂടുതൽ ഒരിക്കലും പോലീസ് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് സാധിക്കില്ല. എങ്ങനെ? മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ. അപ്പൊ ഇത്രയും അറസ്റ്റഡ് പേഴ്സൺസിന്റെ റൈറ്റ്സുകൾ ഈ പറയുന്ന ആർട്ടിക്കിൾ 22 അണ്ടറിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 22 പറയുന്ന അറസ്റ്റഡ് പേഴ്സൺസിന്റെ റൈറ്റ്സ്. അപ്പൊ ഇത്രയുമാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നതിൽ വരുന്നത്. ഏതൊക്കെ? ആർട്ടിക്കിൾ 90 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിൾസിൽ റൈറ്റ് ടു ഫ്രീഡം പറയുന്നതാണ് ഇതെല്ലാം. സോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അടുത്ത് നമ്മൾ ബാക്കിയുള്ള റൈറ്റ്സ് എടുക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുക്കുന്നതായിരിക്കും. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സും അതുപോലെ തന്നെ റൈറ്റ് ടു റിലീജിയനിൽ വരുന്നതും അങ്ങനെയുള്ള ബാക്കി റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.